അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ട് തരോ? കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ട് തരോ? എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? കറകളഞ്ഞ അപരാധികൾ, അക്ഷരം തെറ്റാതെ വിളിക്കാം കറകളഞ്ഞ അപരാധികൾ. ഇത് മറ്റാരെയും കുറിച്ചുമല്ല. കഴിഞ്ഞ ദിവസം നിങ്ങൾ പല വീഡിയോയും കണ്ടുള്ളതാണ് RJ അഞ്ജലി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. 10-20 കൊല്ലമായിട്ട് റെഡ് FM ആണെന്ന് തോന്നുന്നു പല FM-കളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇങ്ങനെ വർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പറഞ്ഞ കണക്ക് ധാവണിയും ഉടുപ്പും ഒക്കെ ഇടുന്നുണ്ടെങ്കിലും അത്ര കൊച്ചു പെണ്ണൊന്നുമല്ല, അത്യാവശ്യം പക്വതയുള്ള പ്രായമുള്ള ഒരു സ്ത്രീയാണ് ഈ RJ അഞ്ജലി. RJ അഞ്ജലിയും ഈ പറഞ്ഞ നിരഞ്ജനയും കൂടി നടത്തുന്ന ഒരു പ്രാങ്ക് ഷോ. അതിനിടയിൽ ഒരു സാധാരണക്കാരിയായ ഒരു മൈലാഞ്ചി ഇടുന്ന ഒരു ചേച്ചിയെ, ഒരു പ്രായമുള്ള ചേച്ചിയെ വിളിച്ചിട്ട് കാണിച്ച ഒരു സമ്പൂർണ്ണ അപരാധത്തെ, അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ. അതായത് ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഇവർ ഈ വീഡിയോ റിമൂവ് ചെയ്യുന്നതാണ് തോന്നുന്നത്. ഇതൊരു അപരാധത്തരമാണെന്ന് മനസ്സിലാക്കി ഇപ്പോൾ അത് കാണുന്നില്ല, അവരുടെ യൂട്യൂബ് ചാനൽ കാണുന്നില്ല, ഇൻസ്റ്റയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ വീഡിയോ ചെയ്തു. ഇന്നലെ എന്നോട് പലരും ചോദിച്ചപ്പോൾ എനിക്ക് അസൗകര്യം കൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ഇന്ന് ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതൊന്ന് ചെയ്യാൻ തന്നെ ഞാൻ കരുതിയത്. അതായത് അത്രത്തോളം ഒരു അപരാധത്തരമാണെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ, അതായത് സമീപകാലത്ത് എങ്ങുമില്ലാത്ത രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഈ പറഞ്ഞ RJ അഞ്ജലിക്കുണ്ടായി. വളരെ നല്ല കാര്യം. എന്താണെന്നുള്ളതൊക്കെ ഉള്ള കാര്യം ഞാൻ വിശദമായി ഞാൻ ഈ വീഡിയോയിൽ വെക്കാം. അതുപോലെ തന്നെ ഇവര് കാണിച്ച ആ ഒരു സമ്പൂർണ്ണ അപരാധത്തരം, ഇവര് ആദ്യമായിട്ടല്ല കാണിക്കുന്ന ഇത്തരം അപരാധത്തരം. നമുക്കൊന്ന് ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം അതിലേക്ക് പോവാം. മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ? 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. ആര് പറഞ്ഞിട്ടാന്ന് പറയാ? ഫ്രണ്ട്. പേരെന്താ? നിഷാന. സ്ഥലം എവിടെയാ? അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ? TVM തിരുവനന്തപുരം. അവിടെ എവിടെയാ? ബാലരാമപുരം. ഇത് 25-ന് വെഡിങ് ആണോ? ഓ ഓക്കെ. എനിക്ക് ഞാൻ വാട്സാപ്പ് ചെയ്തേക്കാം കേട്ടോ. അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി? എന്നുവെച്ചാൽ ഇതിപ്പോ ബ്രൈഡൽ ആയിട്ട് ചെയ്യാനല്ലേ? കൈക്ക് എത്ര? മീൻസ് 2 കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3500. അപ്പൊ കാലിനാ? എൽബോ അതിന് സെപ്പറേറ്റ് ആവും. നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ, ഡിസൈൻ അനുസരിച്ച്. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ട് തരോ? എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? ഒന്നുകൂടെ വിളിക്കട്ടാ? അവര് ഫോൺ എടുത്ത് എറിഞ്ഞെത്തോ? താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ അല്പസമയത്ത്. ഇത് പറഞ്ഞതിന് ശേഷം അവരുടെ ചിരി കണ്ടില്ലേ? അക്ഷരം തെറ്റാതെ വിളിക്കാം അപരാധികൾ എന്ന്. കാരണം ചിലരിപ്പോ ചോദിച്ചേക്കാം അത്രയും വലിയ ഇതാണെന്ന് അവർ പറഞ്ഞിരുന്നു. ഇവരെ പോലെ, അതായത് ആ പെൺകുട്ടിയെ മാറ്റി നിർത്താം. നിരഞ്ജന എന്ന് പറയുന്ന ഏതോ ഒരു വാളി പെണ്ണിനെ എവിടുന്ന് കൊണ്ടിരുത്തിയേക്കാണ്. അതിനെ നമുക്ക് വിട്ടേക്കാം. ഈ പറഞ്ഞ RJ അഞ്ജലി എന്ന് പറയുന്ന അവരുടെ ആ ഒരു സെലിബ്രിറ്റി പരിവേഷം എന്താണ് സോഷ്യൽ മീഡിയയിൽ? അവരെ പോലെ ഒരു വ്യക്തി ഈ രീതിയിലുള്ള ഒരു അപരാധത്തരം സോഷ്യൽ മീഡിയയിൽ പറയാൻ പാടുണ്ടോ? എന്തുമാത്രം വൃത്തിയായിട്ടൊരു ലാംഗ്വേജ് ആണ് ഇവർ യൂസ് ചെയ്തത്. ഒരു സാധാരണക്കാരി ഒരു മൈലാഞ്ചി ഇടുന്ന സ്ത്രീയെ വിളിച്ച് അവരുടെ ജീവിതത്തിൽ ഇതുപോലെ ആരെങ്കിലും അവരെ പ്രാങ്ക് ചെയ്തിട്ടുണ്ടോ? പ്രാങ്ക് ചെയ്താൽ തന്നെ ഈ രീതിയിൽ പ്രാങ്ക് ചെയ്യും. എന്തുമാത്രം അപരാധത്തരമാണ് ഈ പറഞ്ഞത്. ഇത്തരം അപരാധികളെ പ്രോത്സാഹിപ്പിക്കാനും ആളുകൾ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. അതായത് ഒരുപാട് ഫാൻസ് ഉള്ള ഒരാളാണ് ഈ RJ അഞ്ജലി. ഈ RJ അഞ്ജലിക്ക് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾ പെൺമക്കൾ ഇത് കാണുന്നുണ്ടെങ്കിലുള്ള അവസ്ഥ എന്താണ്? കുണ്ടിയിൽ ഇട്ട് തരുമെന്നാണ് ചോദിക്കുന്നത്. ഇവർ ആക്ച്വലി ഇത് ചോദിക്കേണ്ടിയിരുന്നത് ഈ പറഞ്ഞ ഈ പാവപ്പെട്ട ഈ പെണ്ണിനോടല്ലായിരുന്നു, അതായത് ഈ ചേച്ചിയോടല്ലാതെ ചോദിക്കണ്ടേ. ഇവര് ചോദിക്കേണ്ടിയിരുന്നത് ഈ പറഞ്ഞ, ഞാൻ അതാണ് ആ ഫോട്ടോ ആദ്യം വെച്ചത്. അതായത് ഈ മൈലാഞ്ചി അല്ല, ഈ ടാറ്റു ശരീരത്തിന്റെ ഏത് ഭാഗത്ത് ഇട്ട് തരുന്ന ആൾക്കാരുണ്ട്. ഏത് ഭാഗം എന്ന് പറഞ്ഞാലും ഇട്ട് തരും. ആ ടാറ്റു ചെയ്യുന്ന ഈ പഴയന്മാർ എറണാകുളത്തും തിരുവനന്തപുരത്തൊക്കെ ഉണ്ട്. അവന്മാരെ വിളിച്ചിട്ട് ഇത് ചോദിക്കണമായിരുന്നു ഈ ഒരു പ്രാങ്ക്. ഈ പറഞ്ഞ കണക്ക് എന്റെ ഉഡ്ബിയുടെ താല്പര്യപ്രകാരം എന്റെ കുണ്ടിയിലും വേണമെങ്കിൽ വായും പറയാം, വായിക്കകത്തും ഇട്ട് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമാര് വളരെ സന്തോഷത്തോടുകൂടി വിളിച്ചുകൊണ്ടുപോകും. മാന്യമായ രീതിയിൽ ഈ പറഞ്ഞ ടാറ്റു കുണ്ടിയിലും വായിലും ഒക്കെ വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും അടിച്ചു തരും. അതാണ് ചെയ്യേണ്ടിരുന്നത്. നല്ല രീതിയിൽ അമാര് ഡീൽ ചെയ്തേനെ. ഈ അപരാധത്തിനുള്ള മറുപടി അവന്മാർ കൊടുത്തേനെ. ഇവിടെ ഈ പാവപ്പെട്ട ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഈ രീതിയിൽ കുണ്ടിയിൽ മൈലാഞ്ചി ഇട്ട് തരുമോ എന്ന് ചോദിക്കുന്നത് ഇത് എന്ത് കണ്ടന്റ് ആണ് ആക്ച്വലി? നമ്മളെപ്പോലുള്ളവർ ഒക്കെ ചെയ്ത, അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ചെയ്താൽ പോലും, സാധാരണഗതിയിലുള്ള ഒരു യൂട്യൂബറോ ഒരു കണ്ടന്റ് ക്രിയേറ്ററോ ചെയ്താൽ പോലും എന്താ പറയാ, അത് ആരും അത്ര മുഖവിലേക്ക് എടുക്കത്തില്ല. അതുപോലല്ല ഈ അഞ്ജലി എന്ന് പറയുന്നത്. അവരുടെ ഒരു സ്റ്റാൻഡേർഡ് അതല്ല.
അഞ്ജലി എന്ന് പറയുന്ന ആളെ എത്ര വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക. ഫാമിലി ഓഡിയൻസിനെ അടക്കം കാണുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് ഈ അഞ്ജലി. ആ അഞ്ജലി വന്നിരുന്നിട്ട്, ഈ അഞ്ജലിയാണ് ഈ പരിപാടിയുടെ ഓർഗനൈസർ, പ്രൊഡ്യൂസർ. അവരുടെ ചാനലാണിത്. ഇതുപോലൊരു വാളി പെണ്ണിനെ വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് എന്ത് അപരാധത്തരവും ചോദിക്കാമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ആലോചിച്ച് നോക്കി, ഇത് കാണുന്ന ആൾക്കാർക്ക് ലജ്ജ വന്നില്ല? ഇത് ഇങ്ങനെയാണോ പ്രാങ്ക് ഉണ്ടാക്കുന്നത്? ഇതിനു മുമ്പ് എത്രയോ പ്രാങ്ക് ഷോ, ഈ തരിയുടെ സാബു അടക്കമുള്ള ആൾക്കാർ എത്രയോ പ്രാങ്ക് ഷോ നടത്തിയിട്ടുണ്ട്. ഇവരുടെ തന്നെ നല്ല കണ്ടന്റുകളുണ്ട്. ഇത് കാണിച്ച് അങ്ങേയറ്റം തെമ്മാടിത്തരം അപരാധത്തരമായിപ്പോയി. തർക്കമില്ലാത്ത കാര്യം അത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇത്തരം അപരാധത്തരത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇവരിത് ആദ്യമായിട്ടല്ല. ഇതിനു മുമ്പ് ഇതുപോലുള്ള അശ്ലീലങ്ങൾ, ഇതുമായി കുണ്ടിയോടാണ് വലിയ താല്പര്യം. കുണ്ടിയുമായി ബന്ധപ്പെട്ട് ഈ അഞ്ജലിയും ഈ പെൺകുട്ടിയും ചോദിച്ചിട്ടുണ്ട്. അതും കൂടെ ഞാൻ വെക്കാം അതില്. ഹലോ വിശ്വ, വർണ്ണ വകുപ്പിലേക്ക് സ്വാഗതം. ഹലോ ഹലോ ഹലോ, വിശ്വ അല്ലേ? അതെ. ബൈക്കൊക്കെ ഉണ്ടോ? ബൈക്ക് ഉണ്ട്. ഉണ്ട്. കാറുണ്ട്. ഓടിക്കാറുണ്ടോ അതോ? ഓടിക്കാറുണ്ട്, പക്ഷെ റെഗുലർ അല്ല. നമ്മള് വീടിന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്കെങ്കിലും ഓടിക്കാറുണ്ടല്ലോ. പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ തന്നെയാണോ പാർക്ക് ചെയ്യുന്നത്? അപ്പാർട്ട്മെന്റില് പാർക്കിംഗ് തന്നിടത്താണ് നമ്മൾ. അല്ല, വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം. കുണ്ടി ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. കുണ്ടിയില്ലേ, അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ചിലപ്പോ ഫ്രൈ ആയി പോകും. ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലേ സൂക്ഷിക്കേണ്ട. എന്നാലോചിക്കുക, കുണ്ടിയുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ പ്രാങ്ക് ഏറെ. കേട്ട ആ ഒരു വ്യക്തി, ആ ഒരു മാന്യനായ വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല. നേരെ മറിച്ച് വേറെ ആരെങ്കിലും ആണെങ്കിൽ നീ ഇതേപോലെ വെയിലത്ത് കൊണ്ടുവെക്കുമോ, നിന്റെ കുണ്ടി ഫ്രൈ ആകുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്രൈ ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് മറുപടിയില്ല. അതായത് ഇതുപോലുള്ള അപരാധിത്തരങ്ങളാണ് ഇവർ ഈ പ്രാങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു തരത്തിലും ഇതൊരു എന്താ പറയാ പ്രാങ്ക് ആണെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നല്ല കണ്ടന്റ് ആണെന്നോ എനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞ പെൺകുട്ടികൾക്ക് തക്കതായ മറുപടി കൊടുക്കാൻ ശേഷിയുള്ള ആളുകളെ ഇവർ വിളിക്കുന്നില്ല. പാവപ്പെട്ടവരെയാണ് വിളിക്കുന്നത്. ബലഹീനരായിട്ടുള്ള നല്ല രീതിയിൽ മറുപടി കൊടുക്കാൻ ശേഷിയില്ലാത്ത ആൾക്കാരെയാണ് ഇവർ വിളിക്കുന്നത്. ഇവർ വിളിച്ചങ്ങ് മിടുക്കരാവുകയാണ്. വലിയ പ്രാങ്ക് നടത്തിയെന്നുള്ള ഒരു വലിയ സാറ്റിസ്ഫാക്ഷൻ. എന്നാൽ ഈ പറഞ്ഞ ഇതിന്റെ ഇരട്ടിയായിട്ട് അപരാധത്തരം പറയാൻ ശ്രമിക്കുന്ന ഒരാളെ നമ്പരപ്പിച്ച് വിളി. ഈ ഫേസ്ബുക്കിൽ ഇവരുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട് വന്ന വീഡിയോയുടെ താഴെ വന്ന കമന്റുകൾ തന്തയ്ക്കും തള്ളയ്ക്കും വീട്ടിലിരിക്കുന്ന സകല ആളുകൾക്കും വിളി കേട്ടിരിക്കുകയാണ്. അതായത് ഇതുപോലൊരു സെലിബ്രിറ്റിക്ക് ഇതുവരെ ചീത്തവിളി കേട്ടില്ല. അഞ്ജലിയുടെ ജീവിതത്തിൽ ലൈഫിൽ ഇതുപോലുള്ള ചീത്തവിളി കേൾക്കാൻ വഴിയില്ല. ഞാനതൊന്ന് കാണിക്കാം. അത്രത്തോളം, അതായത് നമുക്കത് വാക്കുകൊണ്ട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള തെറികളാണ്. ഈ തെറി കേട്ടപ്പോൾ തന്നെ ഇവറ്റകൾക്ക് രണ്ടുപേർക്കും വയറ് അറിഞ്ഞിട്ടുണ്ടാവും. അമ്മാതിരി തെറികളാണ്. ഒരു നിർവാഹമില്ലാത്ത തെറികളാണ്. ആ തെറി അവർ അറിയിക്കുന്നുണ്ട്. അത്രയും അധികം അപരാധത്തരമാണ് ഇവർ കാണിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഇത് ഓരോന്നായിട്ട് എടുത്ത് വായിച്ചു നോക്കാം. പുതിയ തെറികൾ പഠിക്കാനും സാധിക്കും. അത്രത്തോളം എന്താ പറയാ വേറെ ലെവൽ തെറികളാണ് അഞ്ജലിക്ക് കിട്ടിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എന്തായാലും RJ അഞ്ജലിക്ക് ഉണ്ടായിരിക്കാം. ഈ ഒരു തെറി കണ്ടിട്ടെങ്കിലും ഇനി ഇതുപോലുള്ള അപരാധത്തരങ്ങൾ, പ്രാങ്ക് നടത്താൻ ഇഷ്ടംപോലെ കണ്ടന്റുകളുണ്ട്, പക്ഷെ ഇതുപോലുള്ള അപരാധത്തരങ്ങൾ പാവപ്പെട്ട സ്ത്രീകളെ വിളിച്ച് കുണ്ടിയിൽ മൈലാഞ്ചി ഇടുമെന്ന് ചോദിക്കുന്നത് ആലോചിച്ച് നോക്ക്. അല്ലാതെ ഈ ആണുങ്ങളെ വിളിച്ചു പോയിട്ട് ഇതേപോലെ അവിടെ എത്രയോ പഴയന്മാരെ കിടപ്പുണ്ട്, അമാരെ വിളിച്ച് ചോദിക്കും ഇതേപോലെ കുണ്ടിയിൽ ഇട്ട് തരുമോ, കുണ്ടിയിൽ അടിച്ചു തരുമോ, വായിൽ ടാറ്റു അടിച്ചു തരുമോ, മൈലാഞ്ചി അടിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചു അവരതിനുള്ള മറുപടി പറയും. ഈ പാവപ്പെട്ട ആളുകളെ വിളിച്ച് എന്തിനാണ് ഇങ്ങനെ അവരെ ദ്രോഹിക്കാൻ നിൽക്കുന്നത് അവരുടെ ആ ഒരു വർക്കിനിടയിൽ? ഇതിനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെയുള്ള മറുപടി, സമ്പൂർണ്ണ മറുപടി ഈ ഫേസ്ബുക്കിലെ ആളുകളെ അമ്മാവന്മാരെന്നും സദാചാരവാദികളെന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നുണ്ടെങ്കിലും അവർ നല്ല രീതിയിൽ കൊടുത്തിരിക്കുന്നു. നല്ല രീതിയിൽ തേച്ചൊട്ടിച്ച് അങ്ങേയറ്റം ജീവിതത്തിൽ കേൾക്കാത്ത, അതായത് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന തെറിവിളിയാണ് RJ അഞ്ജലിക്കും ഈ നിരഞ്ജനയ്ക്കും കിട്ടിയിരിക്കുന്നത്. സമ്പൂർണമായുള്ള ഒരു ആധിപത്യം തന്നെ അവർ സ്ഥാപിച്ചിരിക്കുന്നു. വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതുകൊണ്ടെങ്കിലും ഇത്തരം അപരാധത്തരങ്ങൾ, ഇനിയിപ്പോ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വരും ഇത്തരം അപരാധത്തരം കാണിച്ചിട്ട്. ഇനിയെങ്കിലും ഇത്തരം അപരാധത്തരങ്ങൾ ചെയ്യാതിരിക്കുക. വളരെ മോശം, വളരെ വൃത്തികേട്, ലജ്ജാകരം എന്ന് തന്നെയാണ് പറയാനുള്ളത്. RJ അഞ്ജലി പോലുള്ള RJക്ക് അവിടെ സഹപ്രവർത്തകരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ കിടിലം പിറോസൊക്കെ ഉണ്ടല്ലോ, കിടിലം പിറോസൊക്കെ ഇവര് വിളിച്ച് പറയണം ഇതുപോലുള്ള അപരാധത്തരങ്ങൾ മേലാൽ കാണിക്കാൻ പാടില്ല എന്ന്. എനിവേ, വളരെ ലജ്ജാകരം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായി ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.